Welcome back all of you. Taimanana. This is Pharmacodynamics video series നമ്മുടെ രണ്ടാമത്തെ വീഡിയോ. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് Pharmacodynamics എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. What is Pharmacodynamics? പിന്നീട് what are the general mechanisms of drug action പറഞ്ഞു. Then Pharmacodynamics എന്നാൽ effect produced by drugs when the drug or the ligand bind to the target. ഇതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ശരീരത്തിൽ ഉണ്ടാകുന്ന effect when the ligand bind to target. So നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അപ്പോൾ ടാർജറ്റുകൾ ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഡ്രഗ് ബൈൻഡ് ചെയ്യുന്ന ടാർജറ്റ്സ്. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാർജറ്റ്സ് ലൈക്ക് റിസപ്റ്റേഴ്സ്, എൻസൈംസ്, ട്രാൻസ്പോർട്ടേഴ്സ്, അയോൺ ചാനൽസ് ഇങ്ങനെയുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ വീഡിയോയിൽ ഇനി നമുക്ക് പറയാനുള്ളത് ലിഗൻസിനെ പറ്റിയാണ്. ഈ ടാർജറ്റിൽ ഒട്ടിച്ചേരുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ലിഗൻസ് എങ്ങനെയുള്ളവയൊക്കെയാണെന്ന് കൂടി നമ്മൾ അറിയണ്ടേ. സോ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അബൌട്ട് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗൻസ് ഓർ നമുക്ക് അവയെ ഡ്രഗ്സ് എന്ന് വിളിക്കാം. നമുക്കിനി നോക്കേണ്ടത് ഈ ലിഗൻസിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെ വേണം എന്നുള്ളതാണ്. ലിഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലിഗൻസ് മീൻസ് എനി മോളിക്യൂൾ വിച്ച് ക്യാൻ ബൈൻഡ് ടു ദ ടാർജറ്റ്. ടാർജറ്റിൽ ഒട്ടിച്ചേരാൻ കഴിവുള്ള ഏതൊരു കെമിക്കൽ സബ്സ്റ്റൻസ്, എനി മോളിക്യൂൾ ക്യാൻ ബി എ ലിഗൻ. ശരീരത്തിൽ ബൈൻഡ് ചെയ്യാൻ മരുന്നിന് പക്ഷേ ഒരുപാട് പ്രോട്ടീൻസ്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ മരുന്ന് ഒരു സവിശേഷ സ്പെഷ്യൽ പ്രോട്ടീനിൽ പോയിട്ട് മാത്രമായിരിക്കും ഒട്ടിച്ചേരുക. ഇങ്ങനെ ഒട്ടിച്ചേരാൻ ഈ ടാർജറ്റ് മോളിക്യൂൾസിനോട് ലിഗന് ഒരു പ്രത്യേക താല്പര്യം വേണം, പ്രത്യേക എബിലിറ്റി വേണം. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ആസ് affinity. So the first property a ligand should have is affinity to the receptor. Ligand should have high affinity to the target, and affinity നല്ല affinity വേണം, high affinity to the target. Affinity means ability to bind, ഒട്ടിച്ചേരാനുള്ള കഴിവ്, താല്പര്യം. അതിനെയാണ് നമ്മൾ affinity എന്ന് പറയുക. And this is highly specific. ഈ affinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ highly specific കൂടിയാണ്. So ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു മരുന്നിന് രണ്ട് തരം ഐസോഫോംസ് ഉണ്ടെന്നായിരിക്കാം. two enantiomers. One is L form and the second is R. ഇപ്പോൾ if this is the target, ഇതാണ് ടാർജറ്റ് എങ്കിൽ sometimes only L form can bind to the target. ഈ R ഫോമിന് ഇതിനെ ഒട്ടിച്ചേരാനുള്ള കഴിവേ ഉണ്ടാവണമെന്നില്ല. And this R form may be binding to some other target. Okay, so even that ഒരു മരുന്നിന്റെ തന്നെ L-ഉം R-ഉം ഐസോമർ, ലീവോ ഓർ ഡി ഫോംസ് തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. സോ affinity is in that property, special property of that ligand. So first point or first characteristic ആണ് ഞാൻ പറഞ്ഞത്, the ligand should have affinity. ഈ ലിഗൻസ് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ളവയാകാം. എൻഡോജീനിയസ് സബ്സ്റ്റൻസസ് ക്യാൻ ബി എൻഡോജീനിയസ് സബ്സ്റ്റൻസസ് ക്യാൻ ബി ലിഗൻസ്. ഇപ്പോൾ ഉദാഹരണം ഹോർമോൺസ് ഓർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം ലിഗൻസ് ആണ്. അല്ലെങ്കിൽ എക്സോജീനിയസ്ലി അഡ്മിനിസ്റ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ലിഗൻസ്. സോ പുറത്തുനിന്ന് കൊടുക്കുന്ന ലിഗൻസ് നമ്മൾ അതിനെ സീനോബയോട്ടിക്സ് എന്ന് പറയും എന്ന് നമ്മൾ ഫാർമക്കോകൈനറ്റിക്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോബ്യൂട്ടമിൻ എന്ന് പറയുന്ന മരുന്ന്. ഡോബ്യൂട്ടമിൻ ക്യാൻ ബൈൻഡ് ടു ദ ബീറ്റ റിസപ്റ്റേഴ്സ്. ബീറ്റ 1 ആണെങ്കിലും ബീറ്റ റിസപ്റ്ററിൽ, ബീറ്റ അഡ്രിനർജിക് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു പറഞ്ഞു. സോ എക്സോജീനിയസ്ലി അഡ്മിനിസ്റ്റേർഡ് ലിഗൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? These are called as drugs. ഇതിനെയാണ് നമ്മൾ മരുന്നുകൾ എന്ന് വിളിക്കുക. So if the ligand is exogenously administered, that type of ligand is called as drugs. അതിനാണ് നമ്മൾ ഡ്രഗ്സുകൾ, മരുന്നുകൾ എന്ന് പറയുന്നത്. സോ മരുന്നുകൾ എന്ന് പറയുന്നത് ഈ ടാർജറ്റിൽ ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള എക്സോജീനിയസ്ലി അഡ്മിനിസ്റ്റേർഡ് സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം കൂടി പറയാം. ഇൻസുലിൻ നമ്മൾ പുറത്തുനിന്ന് വെച്ച് പല രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. ബയോടെക്നോളജി പരിപാടികളിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ആണ്. ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ ഒട്ടിച്ചേരുന്നത് അതേ ഇൻസുലിൻ റിസപ്റ്ററിൽ തന്നെയാണ് നമ്മൾ ഈ കൊടുക്കുന്ന എക്സോജീനിയസ്ലി അഡ്മിനിസ്റ്റേർഡ് ഇൻസുലിനും പോയി ബൈൻഡ് ചെയ്യുന്നത്. സോ പുറത്തുനിന്ന് കൊടുക്കുന്ന ഇൻസുലിൻ മരുന്നാകുകയും അകത്ത് സ്വതവേ ഉള്ള ഇൻസുലിൻ ദാറ്റ് ഈസ് ജസ്റ്റ് ഹോർമോൺ ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യാം. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എൻഡോജീനിയസ് ലിഗൻസ് ആൻഡ് എക്സോജീനിയസ് ലിഗൻസ് ആർ ഡ്രഗ്സ്. ഇനി ലിഗൻഡിന് അഫിനിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അഫിനിറ്റി ഉണ്ടെങ്കിൽ ടാർജറ്റിൽ പോയി ഒട്ടിച്ചേരും. സോ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? സോ അഫിനിറ്റി മാത്രം പോരാ. ഓൺലി അഫിനിറ്റി ഈസ് നോട്ട് എ ക്രൈറ്റീരിയ. ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഇനി വെദർ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് സം എഫക്ട്സ് ഉണ്ടാക്കാനുള്ള കഴിവ് കൂടി വേണം. എന്ത് ആക്ഷൻ ആണോ ഉണ്ടാക്കുന്നത് എന്നനുസരിച്ച് നമുക്ക് ഈ ലിഗൻസിനെ
ഇനി രണ്ടാക്കി തിരിക്കാം. Ligands can be divided into two, depends upon what effect it produces. One is called as agonists and second is antagonist. Agonist and antagonist എന്ന് നമുക്ക് രണ്ടാക്കി തിരിക്കാം. So both agonist and antagonist have affinity. രണ്ടിനും affinity ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. Affinity to the target. പക്ഷെ എന്താണ് വ്യത്യാസം? So എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തത്. അഗോണിസ്റ്റ് ആണ്, antagonist ആണ് എന്ന് നമ്മൾ പറയുന്നത്. What effect it produce inside our body. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഒരു ടേം കൂടി പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതിനെ നമ്മൾ ഇൻട്രിൻസിക് ആക്ടിവിറ്റി എന്നാണ് പറയുക. ഇൻട്രിൻസിക് ആക്ടിവിറ്റി. If a drug has intrinsic activity, then these drugs are called as agonists. And if a drug has zero intrinsic activity, ഇങ്ങനെയുള്ള മരുന്നുകളെ നമ്മൾ antagonist എന്നാണ് പറയുക. So these drugs are antagonists. So agonists have both. രണ്ടുമുണ്ട്. It has both affinity and intrinsic activity. Antagonists have only affinity, no intrinsic activity or zero intrinsic activity. So appo intrinsic activity എന്താണെന്ന് പറയണം. Intrinsic activity means ability to produce certain effects. Ability to produce certain conformational changes in the target. ടാർജറ്റിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റണം. എന്ത് മാറ്റങ്ങളാണ്? അഗോണിസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ സാധാരണ ഈ ടാർജറ്റിൽ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ ടാർജറ്റ്, അതിന്റെ പ്രവർത്തനം ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം കുറയ്ക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നേർവിപരീതമാക്കാനായിട്ട്. സോ ഇങ്ങനെ ചെയ്യുന്ന മരുന്നുകളെയാണ് നമ്മൾ അഗോണിസ്റ്റുകൾ എന്ന് പറയുക. ആൻഡ് ആന്റഗോണിസ്റ്റോ, ആന്റഗോണിസ്റ്റ് are agents or ligands or drugs which just blocks the action. ആ റിസപ്റ്ററിൽ പോയി ഇരിക്കുക. റിസപ്റ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് എൻസൈംസിലും ഇത് തന്നെയാണ്. ആ എൻസൈംസോ റിസപ്റ്ററിന്റെയോ ഏതാണ് ആ കീ പൊസിഷൻ അവിടെ പോയി ജസ്റ്റ് ഇരിക്കുക. ആൻഡ് ഇറ്റ് ബ്ലോക്സ് ദ എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നാച്ചുറൽ എൻഡോജീനിയസ് അഗോണിസ്റ്റ്. നാച്ചുറൽ എൻഡോജീനിയസ് അഗോണിസ്റ്റ് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവയ്ക്ക് ഒന്നും ഒട്ടിച്ചേരാൻ പറ്റാത്ത രീതിയിൽ അവയെ ജസ്റ്റ് ബ്ലോക്ക് ചെയ്യുക മാത്രമാണ് ആന്റഗോണിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഒന്ന് വരയ്ക്കാം. വി ക്യാൻ ഡ്രോ ദിസ് ഇൻട്രിൻസിക് ആക്ടിവിറ്റി. ഞാനിപ്പോൾ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇൻട്രിൻസിക് ആക്ടിവിറ്റി, and this is zero intrinsic activity. This is the effect of antagonist. Antagonist have zero. ഇത് zero ആണ്. Zero intrinsic activity. No effect. ഉദാഹരണം ഡ്രഗ്സ് ലൈക്ക് ബീറ്റ ബ്ലോക്കേഴ്സ്, മെസ്കാർനിക് ബ്ലോക്കേഴ്സ് എല്ലാം റിസപ്റ്ററിൽ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗുകളാണ്. ദെൻ എൻസൈംസ് വേണമെങ്കിൽ AC ഇൻഹിബിറ്റേഴ്സ്, അപ്പോൾ അത് എൻസൈംസിലാണ്. ദെൻ അയോൺ ചാനൽസ് വേണമെങ്കിൽ സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്. സോ ദീസ് ജസ്റ്റ് ബ്ലോക്ക്. They have zero intrinsic activity. So antagonists are called as blockers. So blockers എന്ന് നമ്മൾ ഇവയെ വിളിക്കുന്നുണ്ട്. So these are just blocking the effects. But agonist അങ്ങനെയല്ല. Agonist can have varied intrinsic activity. നമുക്കൊന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇത് 0 ആണെന്ന് പറഞ്ഞു, ഇത് +1, +1, +1 ആണ് intrinsic activity എന്ന് പറയുകയാണെങ്കിൽ, if a drug produces maximum +1 ആണെന്ന് വിചാരിക്കുക, +1, it is called as a full agonist. ഇതിനെ നമുക്ക് full agonist എന്ന് വിളിക്കാം. നമ്മൾ ഈ intrinsic activity വരയ്ക്കുന്നത് സാധാരണ -1, then 0 to +1 ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ സ്കെയിൽ. ഇൻട്രിൻസിക് ആക്ടിവിറ്റി ചെയ്യപ്പെടുന്ന സ്കെയിൽ ഇതാണ്. നമുക്കപ്പോൾ ഒരു ഉദാഹരണ സഹിതം നമുക്ക് പറയാം. നമ്മുടെ ഹൃദയമിടിപ്പ് സാധാരണ 60 to 100 വരെയാണ്. 60 to 100 ആണ് നമ്മുടെ സാധാരണ. നമ്മൾ പക്ഷെ സാധാരണ 72, 70 എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയാം. പക്ഷേ ഒരു രോഗവുമില്ലാത്ത, യാതൊരു അസുഖവുമില്ലാത്ത ഒരു ഹൃദയത്തിന്, ഇപ്പോൾ അത്ലറ്റ്സ് ഓർ ഹൈലി എക്സസൈസിങ്, നല്ല രീതിയിലൊക്കെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി അപ് ടു 200 ഓർ ഈവൻ അപ് ടു 220 വരെയൊക്കെ ആകാം. ബീറ്റ്സ് പെർ മിനിറ്റ്സ് വരെ ആകാം. സോ ദിസ് ഈസ് ദ നോർമൽ മാക്സിമം. നോർമലായിട്ട് ഒരു പ്രശ്നമില്ലാത്ത ആൾക്ക് മാക്സിമം ആയിട്ട് ഉണ്ടാക്കാൻ കഴിവാണ്, വിത്തൗട്ട് എനി ഡിസീസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു മരുന്നിന് ഇഫ് ഇറ്റ് ക്യാൻ റേസ് അപ് ടു ദിസ് 200 to 220 ആക്കാൻ പറ്റുവാണെങ്കിൽ ദിസ് ഡ്രഗ് ഈസ് കോൾഡ് ആസ് എ ഫുൾ അഗോണിസ്റ്റ് എന്നായിരിക്കും നമ്മൾ പറയാം. ഉദാഹരണത്തിന് ഡോബ്യൂട്ടമിൻ β1 റിസപ്റ്ററിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ മേക്ക് അപ് ടു 200 to 220. സോ ഡോബ്യൂട്ടമിൻ നൗ ഇസ് എ ഫുൾ അഗോണിസ്റ്റ് ബിക്കോസ് ഇറ്റ് ക്യാൻ റേസ് അപ് ടു ദ മാക്സിമം +1 ലെവൽ വരെ ആക്കാം. പക്ഷേ നമ്മൾ സാധാരണ ഈ ഫുൾ അഗോണിസ്റ്റുകളെ ഫുൾ അഗോണിസ്റ്റ് എന്നൊന്നും പറയാറില്ല. വി വിൽ ജസ്റ്റ് സേ അഗോണിസ്റ്റ്. നമ്മൾ സാധാരണ അങ്ങനെയാണ് പറയുക, പക്ഷെ ശരിക്കും പറയേണ്ടത് ഫുൾ അഗോണിസ്റ്റ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, സോ അഗോണിസ്റ്റ്, ഫുൾ അഗോണിസ്റ്റിന്റെ എന്താണ് പ്രത്യേകത നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഹാസ് മാക്സിമം അഫിനിറ്റി ആൻഡ് ഇറ്റ് ഹാസ് മാക്സിമം ഇൻട്രിൻസിക് ആക്ടിവിറ്റി. സോ മാക്സിമം അഫിനിറ്റി ഉണ്ട് ആൻഡ് മാക്സിമം ഇൻട്രിൻസിക് ആക്ടിവിറ്റി, ഇത് രണ്ടും ഉണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ ഫുൾ അഗോണിസ്റ്റ്.
ഇനി നമ്മൾ മറ്റൊരു മരുന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഉദാഹരണം ഇവിടെ ഹൃദയമിടിപ്പ് തന്നെയാണ് ഉദാഹരണം. ഹൃദയത്തിന് പരമാവധി 200 to 220 വരെ മിടിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ മരുന്ന് കൊടുത്തപ്പോൾ അത്ര ആവുന്നില്ല. ഒരു 140, 150, 160 ഇങ്ങനെയൊക്കെ റേഞ്ചിലാണ് ഏറ്റവും പരമാവധി ഡോസ് കൊടുത്തിട്ടും അത്രയൊക്കെ വരുന്നുള്ളൂ. ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് എ മാക്സിമം +1 എഫക്ട്. അത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആക്കാം, അല്ലെങ്കിൽ നടുവിൽ ഇവിടെ വരയ്ക്കാം. ഓർ സോ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 0 and +1. ഇറ്റ് ഈസ് 0ക്കും +1നും ഇടയിലാണ്. It has affinity, but intrinsic activity is less than +1. It is between 0 and +1. ഇങ്ങനെയുള്ള മരുന്നുകളെ നമ്മൾ വിളിക്കുക പാർഷ്യൽ അഗോണിസ്റ്റ് എന്നാണ്. പാർഷ്യൽ അഗോണിസ്റ്റ് it produces only submaximal activity. Submaximal activity മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. It cannot elicit a maximum or full ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. സോ ഉദാഹരണം norepinephrine or noradrenaline ആണ് എന്ന് വിചാരിക്കുക. This drug only increases a heartbeat, but it produces not equal to the full agonist. അത്രയും പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ഹൃദയമിടിപ്പിന്റെ കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ BP വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ നോറഡ്രിനാലിൻ ഫുൾ അഗോണിസ്റ്റ് ആയിട്ട് നമ്മൾ എക്സാമ്പിൾ പറയേണ്ടി വരും. ഓക്കെ, ആൻഡ് ഇത് നോറഡ്രിനാലിൻ ഹൃദയമിടിപ്പ് കൂട്ടാത്തതിന് കാരണം കൂട്ടുന്നുണ്ട്, പക്ഷെ പരമാവധി ഉണ്ടാക്കാത്തതിന് കാരണം എന്താ വെച്ചാൽ നോറഡ്രിനാലിനെ BP വർദ്ധിപ്പിക്കാം. BP വർദ്ധിപ്പിക്കുമ്പോൾ റിഫ്ലക്സ് ബ്രാഡികാർഡിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റാത്തത്. കാര്യങ്ങൾ പലതാണെങ്കിലും ദിസ് ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് എ ഫുൾ എഫക്ട് ദാറ്റ് ഓഫ് ഡോബുട്ടമിൻ പോലെയുള്ള ഒരു ഫുൾ അഗോണിസ്റ്റിന്റെ അത്രയും പറ്റുന്നില്ല. സോ ഇങ്ങനെയുള്ള മരുന്നുകളെയാണ് നമ്മൾ പാർഷ്യൽ അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. സോ പാർഷ്യൽ അഗോണിസ്റ്റ് ഹാവ് അഫിനിറ്റി, ബട്ട് ഇറ്റ് cannot produce a full action. It produces only a submaximal activity that is in between 0 and +1. So these drugs are called as partial agonists. നമ്മൾ നിർത്തുന്നില്ല, നമ്മൾ അടുത്ത മരുന്ന് കൊടുക്കുകയാണ്. This drug is also having affinity. It binds to the receptor. പക്ഷേ ഈ മരുന്ന് നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞ ഹൃദയമിടിപ്പ് 70 ആയിരുന്നു പറഞ്ഞു, അതിനേക്കാൾ താഴത്തേക്ക് കൊണ്ടുവരികയാണ്. ഇറ്റ് brought the effect to below. താഴത്തേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. It has the intrinsic activity, but intrinsic activity is negative. This is -1. Okay, so this is 0. So ഇങ്ങനെയുള്ള മരുന്ന്, these drugs which have the intrinsic activity that brought to negative or in between -1 to 0, ഇങ്ങനെയുള്ള മരുന്നുകളെ നമ്മൾ വിളിക്കുക ഇൻവേഴ്സ് അഗോണിസ്റ്റ് എന്നാണ്. ഇൻവേഴ്സ് അഗോണിസ്റ്റുകൾ എന്ന് വിളിക്കാം. സോ ഇൻവേഴ്സ് അഗോണിസ്റ്റ് പ്രൊഡ്യൂസസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് എഫക്ട് ദാറ്റ് ഓഫ് അഗോണിസ്റ്റ്. അഗോണിസ്റ്റുകളുടെ പ്രവർത്തനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻവേഴ്സ് അഗോണിസ്റ്റുകൾ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ആന്റിസൈക്കോട്ടിക്സ് വീഡിയോയിലാണ് ചെയ്തത്. ഉദാഹരണം 5-HT2A ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് പിമവാൻസെറിൻ എന്ന് പറയുന്ന മരുന്നാണ്. പിമവാൻസെറിൻ. Okay, so these are inverse agonists. ഇനി മറ്റൊരു സിറ്റുവേഷൻ കൂടി ഒന്ന് ആലോചിക്കാം. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞത് ഹേർട്ട് ബീറ്റ് ആണ്. ഹേർട്ട് ബീറ്റ് പരമാവധി 220 ആക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഫുൾ അഗോണിസ്റ്റിന് അത്രയാണ് പറ്റുക. നോർമൽ ഫിസിയോളജിക്കൽ അത്രയാണ് പറ്റുക. സപ്പോസ് എ ഡ്രഗ് പ്രൊഡ്യൂസസ് മോർ ദാൻ ദിസ്, ഇതിനേക്കാൾ കൂടുതൽ എഫക്ട്, ആൻഡ് ദിസ് എഫക്ട് ഈസ് കോൾഡ് ആസ് supra-maximal effect. supra-maximal effect ഉണ്ടാക്കുകയാണെന്ന് കരുതുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ഇഫ് ദ സ്കെയിൽ ഓഫ് ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഈസ് അബവ് +1 ആണ് മാക്സിമം എന്ന് പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ, ഉദാഹരണം ഐസോപ്രനാലിൻ, ദ ഡ്രഗ് ഐസോപ്രനാലിന് β1 ആക്ട് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഈവൻ മോർ ദാൻ 220യേക്കാൾ മുകളിൽ അതിന് ഉണ്ടാക്കാം. ഇറ്റ് ക്യാൻ ഇൻക്രീസ് മോർ ദാൻ 220. സോ അതിന് നമ്മൾ supra-maximal എഫക്റ്റ് ആണ് വിളിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഡ്രഗുകളെ നമുക്ക് സൂപ്പർ അഗോണിസ്റ്റ് എന്ന് വിളിക്കാം. സൂപ്പർ അഗോണിസ്റ്റ്. ഇനി ഇങ്ങനെയുള്ള മരുന്നുകളെ സൂപ്പർ അഗോണിസ്റ്റ് വിളിക്കുന്നുണ്ടോ? സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, വി ജസ്റ്റ് കോൾ അഗോണിസ്റ്റ്, ബട്ട് അങ്ങനെയും പേര് പറഞ്ഞു വിളിക്കാം. ഫുൾ അഗോണിസ്റ്റ് മുമ്പ് പറഞ്ഞു വിളിക്കാറില്ല, നമ്മൾ ഇവയെല്ലാം തന്നെ അഗോണിസ്റ്റ് എന്ന് മാത്രം. സോ അപൂർവമായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ സിറ്റുവേഷൻ. സൂപ്പർ അഗോണിസ്റ്റ് ഈസ് ഓൾസോ എ സിറ്റുവേഷൻ. സോ നമ്മൾ ഇവിടെ അഗോണിസ്റ്റുകളെ പറ്റി പറഞ്ഞു, ആന്റഗോണിസ്റ്റിനെ പറ്റിയും പറഞ്ഞു. സോ ഒരു ഫുൾ അഗോണിസ്റ്റിന് മാക്സിമം അഫിനിറ്റി ഉണ്ട്. ഇറ്റ് ഹാസ് അഫിനിറ്റി ആൻഡ് ഇറ്റ് ഹാസ് മാക്സിമം ഇൻട്രിൻസിക് ആക്ടിവിറ്റി. Then partial agonist, it has affinity but submaximal intrinsic activity. Then inverse agonist, it has also affinity but it has negative intrinsic activity. And antagonist also it has affinity but it has zero intrinsic activity. Then പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സൂപ്പർ അഗോണിസ്റ്റ് have affinity ഉണ്ട് and it has supra-maximal intrinsic
അപ്പോൾ അഗോണിസ്റ്റ് വിവിധ തരത്തിലുള്ളവയുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അന്റഗോണിസ്റ്റുകളോ? സോ അന്റഗോണിസ്റ്റുകൾ അവരുടെ ടാർജറ്റിൽ ഒട്ടിച്ചേരുന്ന രീതി അനുസരിച്ച് വിവിധ രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഓക്കെ, ടാർജറ്റിൽ ഒട്ടിച്ചേരുമ്പോൾ മിക്കവാറും പ്രവർത്തനത്തിലും ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. സാധാരണ രീതിയിൽ ഇപ്പോൾ അഗോണിസ്റ്റ് ആയാലും ഇത് അഗോണിസ്റ്റ് ആണെന്ന് വിചാരിക്കുക, ഇത് ടാർജറ്റ് ആണെന്ന് വിചാരിക്കുക. അഗോണിസ്റ്റ് ആയാലും അന്റഗോണിസ്റ്റ് ആയാലും ഇവിടെ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ അധികം നേരം ഇവിടെ ബൈൻഡ് ചെയ്തിരിക്കില്ല. വിത്തിൻ മില്ലി സെക്കൻഡ്സ് ഇന്ററാക്ഷൻ തീരും, രണ്ടിന്റെയും ഇന്ററാക്ഷൻസ് തീരും. പിന്നീട് വീണ്ടും പുതിയ, ഇത് ചിലപ്പോൾ നശിച്ചു പോകാം, ഇത് വിട്ടുപോകാം, വീണ്ടും പുതിയ ഒരു ഇന്ററാക്ഷൻ ആയിരിക്കും നടക്കും. സാധാരണ രീതിയിൽ അങ്ങനെയാണ്. ഇപ്പോൾ അന്റഗോണിസ്റ്റ്, ഇപ്പൊ ഇത് അന്റഗോണിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഈ അന്റഗോണിസ്റ്റോട് ഒട്ടിച്ചേരുന്ന രീതി അനുസരിച്ച് ഇത് തരമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ അന്റഗോണിസ്റ്റുകളാണ്. റിവേഴ്സിബിൾ അന്റഗോണിസ്റ്റ് ഇത് ഒട്ടിച്ചേർന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിട്ടുപോകും. അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് കോമ്പറ്റീറ്റീവ് അന്റഗോണിസ്റ്റ്. കോമ്പറ്റീറ്റീവ് അന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഗോണിസ്റ്റും ഈ അന്റഗോണിസ്റ്റും തമ്മിൽ ടാർജറ്റിന് വേണ്ടി മത്സരമാണ്. സോ രണ്ടുപേർക്കും അഫിനിറ്റി ഉണ്ട്. ബോത്ത് അഗോണിസ്റ്റ് ആൻഡ് അന്റഗോണിസ്റ്റ് അഫിനിറ്റി, അത് നമ്മൾ ആദ്യമേ പറഞ്ഞു, പ്രോപ്പർട്ടി പറഞ്ഞു. അഫിനിറ്റി രണ്ടുപേർക്കും ഉണ്ട്. പക്ഷെ വിച്ച് അഗോണിസ്റ്റിന്റെ ആണോ കോൺസെൻട്രേഷൻ കൂടുതൽ, അന്റഗോണിസ്റ്റിന്റെ ആണോ കോൺസെൻട്രേഷൻ കൂടുതൽ എന്നനുസരിച്ചായിരിക്കും ബൈൻഡിങ്. അപ്പൊ നമ്മൾ അന്റഗോണിസ്റ്റുകൾ വിവിധ തരമുണ്ട് എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ് കോമ്പറ്റീറ്റീവ് അന്റഗോണിസ്റ്റ്. ഇതേ സെയിം ടോപ്പിക് തന്നെ നമുക്ക് അന്റഗോണിസം, അതിലാണ് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അസറ്റൈൽ കോളിൻ ആൻഡ് അട്രോപ്പിൻ. ഇത് മസ്കാരിനിക് റിസപ്റ്റർ ആണെങ്കിൽ അസറ്റൈൽ കോളിന് പിടിക്കാം, ഇത് അസറ്റൈൽ കോളിൻ ആണ്. അട്രോപ്പിനും പിടിക്കാം. സോ ദർ ഇസ് എ കോമ്പറ്റീഷൻ, ആർക്ക് വേണമെങ്കിലും പിടിക്കാം. ഇനി ഇതൊരു എൻസൈം ആണെന്ന് നോക്കിയാൽ, ഇഫ് ഇറ്റ്സ് ആൻ എൻസൈം അസറ്റൈൽ കോളിൻ ഫൈസോസ്റ്റിക് തമ്മിലൊരു കോമ്പറ്റീഷൻ. സോ ഇതാണ് കോമ്പറ്റീറ്റീവ് അന്റഗോണിസ്റ്റ്. ഇനി അടുത്തത് നോൺ ഇക്വിലിബ്രിയം ടൈപ്പ് ഓഫ് അന്റഗോണിസം ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള നോൺ ഇക്വിലിബ്രിയം ടൈപ്പ് അന്റഗോണിസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇവിടെ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാണ് പിടിക്കുക. ഇവിടെ ഇത് അഗോണിസ്റ്റ്, ഇത് അന്റഗോണിസ്റ്റ്, രണ്ടും ഇതാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാണ് പിടിക്കുക. പക്ഷേ ഈ അന്റഗോണിസ്റ്റ് ഇവിടെ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നത് ചിലപ്പോൾ ഇറിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ട് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇഫ് ദ പ്രൊഡക്റ്റ് ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻ ഈസ് കോവാലന്റ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണെങ്കിൽ ഇത് ഇവിടുന്ന് വിട്ടുപോകത്തില്ല. സോ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോളിൻ എസ്റ്ററേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടെന്നായിരിക്കുക. കോളിൻ എസ്റ്ററേസ്, അവിടെ ഓർഗാനോഫോസ്ഫേറ്റ് വന്ന് പിടിക്കുന്നത് ഇറിവേഴ്സിബിൾ ആണ്. അത് കോളിൻ എസ്റ്ററേസ് മരിക്കുന്നത് വരെ പിടിക്കും, ബിക്കോസ് എ കോവാലന്റ് ഇന്ററാക്ഷൻ. പക്ഷേ അസറ്റൈൽ കോളിൻ ആണെങ്കിൽ പിടിക്കുന്നു, അപ്പൊ തന്നെ വിട്ടുപോകും. സോ ദിസ് ആൻ ഇറിവേഴ്സിബിൾ. അതിനെ നമ്മൾ നോൺ ഇക്വിലിബ്രിയം ടൈപ്പ് എന്ന് നമുക്ക് പറയാം. സോ ഇതൊരു ഇറിവേഴ്സിബിൾ ഇന്ററാക്ഷൻ ആണ്. ഇറിവേഴ്സിബിൾ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ അന്റഗോണിസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇനി വേറൊരു തരം അന്റഗോണിസ്റ്റ് ഉണ്ട്. ഇത് ഒട്ടിച്ചേരുന്നത് അഗോണിസ്റ്റ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇത് ടാർജറ്റ് ആണെങ്കിൽ ഇവിടെയാണ് അഗോണിസ്റ്റ് ഒട്ടിച്ചേരുക എന്ന് വിചാരിക്കുക. അഗോണിസ്റ്റ് ഒട്ടിച്ചേരുന്ന ഇവിടെ. പക്ഷെ ഇവിടെ അന്റഗോണിസ്റ്റ് ഒട്ടിച്ചേരുന്ന ഇവിടെ അല്ല. ദിസ് ക്യാൻ ബി ഹിയർ. ഇവിടെ വന്ന് പിടിക്കാം. അന്റഗോണിസ്റ്റ് ക്യാൻ ബൈൻഡ് ഹിയർ. സോ ആഗോണിസ്റ്റ് വന്ന് ഒട്ടിച്ചേരുന്ന സ്ഥലത്തല്ല അന്റഗോണിസ്റ്റ് പിടിക്കുക. അതുകൊണ്ട് ഇവ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. സോ ഇങ്ങനെയുള്ളതിനെ നോൺ കോമ്പറ്റീറ്റീവ് അന്റഗോണിസ്റ്റ് എന്ന് പറയാം. നോൺ കോമ്പറ്റീറ്റീവ് അന്റഗോണിസ്റ്റ് എന്ന് പറയാം. ഉദാഹരണം ആസ്പിരിൻ ആണെങ്കിൽ ഇത് കോക്സ് എന്ന് പറയുന്ന എൻസൈം ആണെങ്കിൽ ഇവിടെ ആസ്പിരിൻ പിടിക്കുന്നത് മറ്റ് അവർ വന്ന് പിടിക്കുന്ന സ്ഥലത്തായിരിക്കില്ല. മീൻസ് യഥാർത്ഥത്തിൽ വന്ന് പിടിക്കേണ്ടവർ ദെൻ ലോവാസ്റ്റാറ്റിൻ ഇൻ HMG കോയറിഡക്ടേസ്. സോ ഇങ്ങനെയൊക്കെയുള്ള ആണ് എക്സാമ്പിൾ. സോ അപ്പോൾ 3 തരം അന്റഗോണിസ്റ്റുകൾ നമ്മൾ കണ്ടു. വൺ ഈസ് കോമ്പറ്റീറ്റീവ് അന്റഗോണിസ്റ്റ് നമ്മൾ കണ്ടു. രണ്ടാമത്തത് നോൺ ഇക്വിലിബ്രിയം എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നാമത്തെ കോമ്പറ്റീറ്റീവ് അന്റഗോണിസ്റ്റ് കണ്ടു. രണ്ടാമത്തെ നോൺ ഇക്വിലിബ്രിയം അന്റഗോണിസ്റ്റ് കണ്ടു. മൂന്നാമത്തെ നോൺ കോമ്പറ്റീറ്റീവ് അന്റഗോണിസ്റ്റ്. സോ ഈ നോൺ കോമ്പറ്റീറ്റീവ് അന്റഗോണിസ്റ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവിടെ അഗോണിസ്റ്റിന്റെ ലെവൽ എത്ര കൂട്ടിയിട്ടും യാതൊരു കാര്യമില്ല. ബിക്കോസ് ഇത് പിടിച്ചിരിക്കുന്ന സ്ഥലം വേറെയാണ്, ഇത് പിടിച്ചിരിക്കുന്ന സ്ഥലം വ്യത്യാസം. സോ ഇതാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അന്റഗോണിസ്റ്റിനെ വേണമെങ്കിൽ പറയാവുന്നത്. സോ ഇതേ സെയിം ടോപ്പിക് തന്നെ നമ്മൾ അന്റഗോണിസം എന്ന ടോപ്പിക് പറയുമ്പോൾ നമ്മൾക്ക് പറയേണ്ടതുണ്ട്. ഞാൻ ജസ്റ്റ് അന്റഗോണിസ്റ്റും പലതരത്തിലുണ്ട് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഇതേപോലെ തന്നെ ദി സെയിം മെക്കാനിസം ക്യാൻ ബി യൂട്ടിലൈസ് ഫോർ അഗോണിസ്റ്റ്. ഉദാഹരണം, ഇപ്പൊ ഇത് ഗാബ റിസപ്റ്റർ ആണെന്ന് വിചാരിക്കുക. ഇഫ് സപ്പോസ് ദിസ് ഈസ് ദ ഗാബ റിസപ്റ്റർ, ഇവിടെയാണ് ഗാബ വന്ന് ബൈൻഡ് ചെയ്യുന്നത് വിചാരിക്കുക. ഗാബയാണ് അഗോണിസ്റ്റ്. നമ്മുടെ ഒരു മരുന്നാണ് ബെൻസോഡയസിപ്പിൻസ് എന്ന് പറയുന്ന ഒരു മരുന്ന്. പക്ഷെ ഇവിടെ അല്ല പിടിക്കുക. ഇറ്റ് ക്യാൻ ബൈൻഡ് ഹിയർ. ഇവിടെ വന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും സോ ഈ സൈറ്റിനെ നമ്മൾ അല്ലോസ്റ്ററിക് ബൈൻഡിങ് സൈറ്റ് എന്നാണ് പറയുക. അല്ലോസ്റ്ററിക് ബൈൻഡിങ് സൈറ്റ്. സോ അവർ ഡ്രഗ് അഗോണിസ്റ്റ് ഈസ് ബൈൻഡിങ് ടു ആൻ അല്ലോസ്റ്ററിക് ബൈൻഡിങ് സൈറ്റ്. സോ ആക്ച്വലി ബെൻസോഡയസിപ്പിൻസ് ഇവിടെ വന്ന് പിടിക്കുമ്പോൾ ഇതിന് ഇവിടെ വന്ന് പിടിക്കാനുള്ള സൗകര്യം കൂടുകയാണ് ചെയ്യുക. സോ ഗാബ ക്യാൻ ഈസിലി ബൈൻഡ്. സോ അതുകൊണ്ട് ബെൻസോഡയസിപ്പിൻ ഗാബ ഫെസിലിറ്റേറ്റർ ഡ്രഗ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഇത് അഗോണിസ്റ്റ് ആണ്. ഇതേ മെക്കാനിസം തന്നെ അഗോണിസ്റ്റിനും ഉപയോഗിക്കാം. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് അഗോണിസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് കണ്ടു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഗോണിസ്റ്റ് നമ്മൾ കണ്ടു.
കണ്ടു. ഫുൾ അഗോണിസ്റ്റ് കഴിഞ്ഞു, സൂപ്പർ അഗോണിസ്റ്റ്, പാർഷ്യൽ അഗോണിസ്റ്റ്, ഇൻവേഴ്സ് അഗോണിസ്റ്റ്. പിന്നെ ആന്റഗോണിസ്റ്റുകളെ പറ്റി ഞാൻ ആന്റഗോണിസം വെച്ചിട്ട് ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ വി വിൽ ലേൺ മോർ അബൌട്ട് ദീസ് തിങ്സ് ഇൻ ആന്റഗോണിസം. സോ ഡോണ്ട് കൺഫ്യൂസ് വിത്ത് ആന്റഗോണിസ്റ്റ് ആൻഡ് ആന്റഗോണിസം. ഇവിടെ ഞാൻ ജസ്റ്റ് ആന്റഗോണിസ്റ്റുകളുടെ പേരുകൾ ഒന്ന് ഡിഫറെന്റ് ടൈപ്സ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ആക്ച്വലി ദിസ് ടോപ്പിക് ഈസ് ഇൻ ആന്റഗോണിസം. ഓക്കെ, സോ നമുക്കിനി ബാക്കിയുള്ള നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് കാണാനുള്ളത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ്. സോ ദ ടാർജറ്റും, ഇഫ് ദിസ് ഇസ് ദ ടാർജറ്റ് ആൻഡ് ദിസ് ഇസ് ദ ഡ്രഗ്, ഇവ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഏതൊക്കെ ടൈപ്പാണ്, വാട്ട് ആർ ദ തിയറീസ് ഓഫ് ഇന്ററാക്ഷൻ. സോ ഇത് നമുക്ക് ആക്ച്വലി നമ്മൾ പഠിക്കേണ്ടത് ഡ്രഗ് റിസപ്റ്റർ ഇന്ററാക്ഷൻ ആണ്. സോ വിൽ ബി ടോക്കിംഗ് ആസ് ഡ്രഗ് റിസപ്റ്റർ ഇന്ററാക്ഷൻസ് എന്ന രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.